നമ്മൾ ഈ ബണ്ണി റാബിറ്റിൻ്റെ മുകളിൽ നിന്നുള്ള ഭാഗത്താണ് നമ്മൾ, അതായത് നമ്മുടെ തലയുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹെഡിനായിട്ട് ആദ്യം തന്നെ നമ്മൾ മാജിക് റിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഈ മാജിക് റിങ്ങിനുള്ളിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ. ഒന്ന് ടൈറ്റൻ ചെയ്യാം, ഈ ലൂസ് എൻഡ് വലിച്ചിട്ട്. ഒരുപാട് ടൈറ്റ് ചെയ്യണ്ട, കാരണം നമുക്ക് പിന്നെ ആദ്യത്തെ ഒരു 1-2 റൗണ്ട് കഴിഞ്ഞിട്ട് ടൈറ്റൻ ചെയ്താൽ മതി. ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ സിംഗിൾ ക്രോഷ്യയിലാണ്. അവിടെ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേ സ്പേസിൽ 2 സിംഗിൾ ക്രോഷ്യ. ഇനി നമ്മൾ ഈ ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷ്യനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം, കാരണം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് ചെയ്യണില്ല. അപ്പോൾ അത് കാരണം നമുക്ക് സ്റ്റിച്ച് തെറ്റാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇനി അടുത്ത സിംഗിൾ ക്രോഷ്യയിലും 2 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഈ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ ഉണ്ടാവണം. ഓരോ സിംഗിൾ ക്രോഷ്യയിലും 2 സിംഗിൾ ക്രോഷ്യ. ഈ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ കാണും. ഇനി നമുക്ക് ഇതൊന്ന് ലൂസ് എൻഡ് ഒന്ന് വലിച്ച് നമ്മുടെ മാജിക് റിങ്ങിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ആ സ്പേസ് ഇല്ലാണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യയിൽ 1 സിംഗിൾ ക്രോഷ്യ, വീണ്ടും മാർക്കർ വയ്ക്കുക. തൊട്ടടുത്തതിൽ 2 സിംഗിൾ ക്രോഷ്യ. 1.5 അടം നമ്മൾ ഇൻക്രീസ് ചെയ്യും. 1, തൊട്ടടുത്തതിൽ 2, ആ ഒരു പാറ്റേൺ ആയിരിക്കും. അതായത് ഓൾട്ടർനേറ്റ് സ്റ്റിച്ചുകളിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യും. 1 2 1 2 ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ 3 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. 3ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റിച്ചുകളുടെ എണ്ണം 18 ആയിരിക്കും. 18 സ്റ്റിച്ചസ് ആയിരിക്കും 3ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ. ഇനി സ്റ്റിച്ച് മാർക്കർ എടുത്തിട്ട് അവിടെ 1 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ തിരിച്ചു വയ്ക്കുക. തൊട്ടടുത്ത സ്പേസിലും 1 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 3ാമത്തെ സ്പേസിൽ 2 സിംഗിൾ ക്രോഷ്യ അടുപ്പിച്ച് ഒരേ സ്റ്റിച്ചിൽ 2 എണ്ണം, അതായത് ഇൻക്രീസ്. ഇനി വീണ്ടും 2 സിംഗിൾ ക്രോഷ്യ, 1 1 ഓരോന്ന് വെച്ച് 3ാമത്തേൽ ഇൻക്രീസ്. അപ്പോൾ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ വെച്ച് എൻഡ് ചെയ്തു. നമ്മുടെ 4ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി 5ാമത്തെ റൗണ്ടിനായിട്ട് നമ്മൾ 3 സ്റ്റിച്ചുകളിലാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. സ്റ്റിച്ച് മാർക്കർ എപ്പോഴും ഇടാൻ മറക്കരുത്. ഈ റൗണ്ട് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റിച്ചുകളുടെ എണ്ണം 24 ആയിരിക്കും. 24 സ്റ്റിച്ചസ് ആയിരിക്കും നമ്മുടെ 4th റൗണ്ട് കഴിയുമ്പോൾ ഉണ്ടാവുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുക. അതായത് ഓരോന്നിലും ഓരോന്നായിട്ട് 3 സിംഗിൾ ക്രോഷ്യ ചെയ്യും. 4ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും. ഈ ഒരു ഇതായിരിക്കും ഈ റൗണ്ടിൽ ചെയ്യാൻ പോകുന്നത്. അതായത് 3 സിംഗിൾ സ്റ്റിച്ചസ്, 4ാമത്തേൽ ഇൻക്രീസ്. അങ്ങനെ നമ്മുടെ 5ാമത്തെ റൗണ്ട് തീരാനാണ്. 1 2 3 ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ 2 സിംഗിൾ ക്രോഷ്യ. ഈ റൗണ്ട് കഴിയുമ്പോൾ
30 സ്റ്റിച്ചസ് ഉണ്ടാവും, 30 സ്റ്റിച്ചുകൾ ഉണ്ടാവും. അടുത്ത റൗണ്ട് ഇതുപോലെ തന്നെ ഒരു സ്റ്റിച്ചും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുക. അതായത് 4 സിംഗിൾ ക്രോഷ്യ ചെയ്യും. 3 4 അഞ്ചാമത്തേൽ ഇൻക്രീസ്. അഞ്ചാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ്, അതായത് 4 സിംഗിൾ സ്റ്റിച്ചസ് അഞ്ചാമത്തേൽ. അപ്പോൾ നമ്മൾ ആറാമത്തെ റൗണ്ടിൻ്റെ എൻഡിലായി 4 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ലാസ്റ്റിൽ 2 സിംഗിൾ ക്രോഷ്യ. ഈ റൗണ്ട് കഴിയുമ്പോൾ 36 സ്റ്റിച്ചസ് കാണും നമ്മുടെ റൗണ്ടിൽ. അപ്പോൾ ഇനി ഏഴാമത്തെ റോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് 5 സിംഗിൾ ക്രോഷ്യ ചെയ്യും. അതായത് ഓരോ സ്റ്റിച്ചിൽ ഓരോന്നായിട്ട് 5 എണ്ണം. സ്റ്റിച്ച് മാർക്കർ ഇടാൻ മറക്കരുത്. 1 2 3 4 5. ആറാമത്തേൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻക്രീസ് ആണ്. പിന്നെ ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് 5 സ്റ്റിച്ച് കഴിഞ്ഞ് ആറാമത്തേൽ ഇൻക്രീസ്. ഈ റൗണ്ട് ഫുൾ നമ്മൾ അങ്ങനെയാണ് തീർക്കാൻ പോകുന്നത്. അതായത് 5 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ആറാമത്തേൽ ഇൻക്രീസ്. 7 റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എട്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 6 സിംഗിൾ ക്രോഷ്യ ചെയ്യും. സ്റ്റിച്ച് മാർക്കർ ഇടാൻ മറക്കരുത് ഒരിക്കലും. കാരണം ഓരോ റൗണ്ടിലും നമ്മൾ ജോയിൻ ചെയ്തല്ല പോകുന്നത്, കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റിച്ച് മാർക്കർ ഇടാൻ മറന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം തെറ്റിപ്പോവും. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് ചെയ്യുന്ന വഴി തന്നെ സ്റ്റിച്ച് മാർക്കർ ഇടാൻ ശ്രദ്ധിക്കുക. ഇനി എട്ടാമത്തെ റൗണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 6 സിംഗിൾ ക്രോഷ്യ, അതായത് 6 സ്റ്റിച്ചുകളിൽ സിംഗിൾ സ്റ്റിച്ചസ്. 3 4 5 6. ഇനി ഏഴാമത്തേൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും. 1 2 3 4 5 6 സ്റ്റിച്ച് കഴിഞ്ഞ് ഏഴാമത്തേൽ ഇൻക്രീസ്. ഇത് നമ്മുടെ ഇപ്പോൾ എട്ടാമത്തെ റൗണ്ടാണ്. ഇവിടെ 2 സ്റ്റിച്ച്, അതായത് 6 എണ്ണം കഴിയുമ്പോൾ ആ സെയിം സ്പേസിൽ 2 സ്റ്റിച്ച്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ എട്ടാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എട്ടാമത്തെ റൗണ്ടിൻ്റെ എൻഡിലെത്തി. 6 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ലാസ്റ്റിൽ 2 സിംഗിൾ ക്രോഷ്യ, ലാസ്റ്റ് സ്പേസിൽ 2 സിംഗിൾ ക്രോഷ്യ. ഇനി 9ാമത്തെ റൗണ്ട് തൊട്ട് നമ്മൾ ഓരോ സ്പേസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റിച്ച് മാർക്കർ മറക്കരുത്. ഓരോ സ്പേസിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച്. അതായത് 9 തൊട്ട് 16 വരെയുള്ള റൗണ്ട്സ് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓരോ റൗണ്ടുകളുടെ എണ്ണം തെറ്റെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു മാർക്കർ പോലെ വെച്ച് കൗണ്ടർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൗണ്ട്സ് കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാൻ സാധിക്കും.
ഇവിടെ നമ്മുടെ 9ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആവാൻ പോവാണ്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് 10ാമത്തെ റൗണ്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വയ്ക്കാം. ഓരോ സിംഗിൾ ക്രോഷയിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അപ്പോൾ നമുക്കങ്ങനെ നമ്മുടെ 16 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം നമ്മളിവിടെ 16 റോസ് വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റോസ് കൗണ്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് റോസ് കൗണ്ട് ചെയ്യാൻ പറ്റും. 1 2 3 4 അങ്ങനെ റോസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 16 റോസ് കംപ്ലീറ്റ് ചെയ്തു. 2 സ്റ്റിച്ചും കൂടി ഉണ്ട്, അതും കൂടി ചെയ്ത് നമുക്ക് 16th റോ കംപ്ലീറ്റ് ചെയ്യാം. 16 റോസ് കംപ്ലീറ്റ് ആയതു. ഇനി 17ാമത്തെ റോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിക്രീസ് ആണ്. അപ്പോൾ 6 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. മാർക്കർ ഒരിക്കലും മറക്കരുത്. ഓരോ സ്റ്റിച്ചിൽ ഓരോന്നായിട്ട് 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 7ഉം 8ഉം ഒറ്റ സ്റ്റിച്ചായിട്ട് മാറ്റണം. അപ്പം അതിനായിട്ട് ഇൻസേർട്ട് ചെയ്ത് പുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്യില്ല. അതിന് പകരം തൊട്ടടുത്ത സ്പേസിൽ ഇൻസേർട്ട് ചെയ്ത് പുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ സ്റ്റിച്ചിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പായി. ഇനി 3 കൂടെ ഒരുമിച്ചെടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ഡിക്രീസ് ചെയ്യുന്നത്. അതായത് 2 സ്റ്റിച്ചിനെ ഒന്നാക്കി മാറ്റി. അപ്പം നമ്മുടെ 17ാമത്തെ റോ കഴിയുമ്പോൾ നമുക്ക് 42 സ്റ്റിച്ചുകൾ ബാക്കിയിട്ടാവും. ഇനി വീണ്ടും 6 സിംഗിൾ ക്രോഷ്യ ചെയ്ത് നമ്മൾ ഡിക്രീസ് ചെയ്യും. അപ്പം നമ്മൾ റൗണ്ടിൻ്റെ എൻഡിലെത്തി. ലാസ്റ്റ് 2 സ്റ്റിച്ച് ഒരുമിച്ചാക്കി ഡിക്രീസ് ചെയ്യാം. അപ്പം നമ്മൾ 17ാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്ത് നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 5 സ്റ്റിച്ച് ചെയ്തിട്ട് 6ഉം 7ഉം ഡിക്രീസ് ചെയ്യും. അപ്പോൾ 5 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ 2. ഇനി നമ്മൾ അടുത്ത 2 സ്റ്റിച്ച് നമ്മൾ ഡിക്രീസ് ചെയ്യാൻ പോകും. അപ്പോൾ തൊട്ടടുത്തതിൽ ഇൻസേർട്ട് ചെയ്ത് വലിച്ചു, അതിൻ്റെ തൊട്ടടുത്തതിലും ഇൻസേർട്ട് ചെയ്ത് പുൾ ചെയ്തു. ഞാൻ ഓവർ ആൻഡ് പുൾ ത്രൂ. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റിച്ചിനെ ഡിക്രീസ് ചെയ്തു. ഈ ഒരു റൗണ്ട് ഇങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അതായത് 5 സിംഗിൾ ക്രോഷ്യ, 6ഉം 7ഉം നമ്മൾ ഡിക്രീസ് സ്റ്റിച്ച് ചെയ്യും. ഈ റൗണ്ട് കഴിയുമ്പോൾ, അതായത് 18ാമത്തെ റൗണ്ട് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ആദ്യത്തെ പാർട്ട്, അതായത് കണ്ണുകൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കണ്ണ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്കറിയാം. 1 2 3 4 5 6 7 8 9ാമത്തെ റോ കഴിഞ്ഞിട്ട് 9ാമത്തെയും 16ാമത്തെയും റോയ്ക്ക് ഇടയിലാണ് നമ്മൾ കണ്ണിനെ ഫിക്സ് ചെയ്യുന്നത്. പിന്നെ മറ്റേ കണ്ണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റിച്ചുകൾക്കിടയിൽ ഒരു 7 സ്റ്റിച്ചുകൾ, ഇങ്ങനെ നോക്കി നമുക്ക് സ്റ്റിച്ചുകൾ കൃത്യമായിട്ട് കാണാം. 1 2 3 4 5 6 7. ഒരു 6 തൊട്ട് 7 സ്റ്റിച്ചുകളുടെ ഗ്യാപ്പ് കൊടുക്കാം നമുക്ക്. എന്നിട്ട് വേണം അടുത്ത കണ്ണ് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത കണ്ണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു സ്പേസിലാണ്. അതായത് ഇവിടുന്ന് ആ ഒരു 6 സ്റ്റിച്ച് വിട്ടിട്ട്
അപ്പം നമ്മളിവിടെ കണ്ണ് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി റൗണ്ട് ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്യാം നമുക്ക് താഴോട്ട് വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ 5 സ്റ്റിച്ച് കഴിഞ്ഞിട്ടാണ് ഡിക്രീസ് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 സ്റ്റിച്ച് കഴിഞ്ഞിട്ടാണ് ഡിക്രീസ് ചെയ്യാൻ പോകുന്നത്. അതായത് 4 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 സ്റ്റിച്ച് മാർക്കർ ഒരിക്കലും മറക്കരുത്, കാരണം നമ്മുടെ റൗണ്ടുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാരണം സ്റ്റിച്ച് മാർക്കർ മസ്റ്റാണ്. 1 2 3 4. ഇനി 5 6 നമ്മൾ ഡിക്രീസ് ചെയ്യാൻ പോവാണ്. ഇൻസേർട്ട് പുൾ ത്രൂ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് പുൾ ത്രൂ, 3 ലൂപ്പ് ഉണ്ടാവും, 3 കൂടെയും ഒരുമിച്ച്. വീണ്ടും 4 സിംഗിൾ ക്രോഷ്യ. 4 സ്റ്റിച്ചിലാട്ടോ, ഒരേ സ്റ്റിച്ചിലല്ല 4 സിംഗിൾ ക്രോഷ്യ. 4 തൊട്ടടുത്ത 4 സിംഗിൾ ക്രോഷ്യകളിൽ 4 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഡിക്രീസ് ചെയ്യും. അപ്പോൾ 1 2 സ്റ്റിച്ചുകൾ നമ്മൾ ഡിക്രീസ് ചെയ്യും, പുൾ ത്രൂ. അപ്പോൾ നമ്മൾ നമ്മുടെ 20ാമത്തെ റൗണ്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ 19ാമത്തെ റൗണ്ടിൽ നമ്മൾ 4 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് അങ്ങനെയാണ് ചെയ്തത്. 4 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് ഡിക്രീസ്. ഇനിയിപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 സിംഗിൾ ക്രോഷ്യ. അത് 1 2 3. ഇനി 4 5 നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഇൻസേർട്ട് ഡിക്രീസ് ചെയ്തു. ഈ ഒരു റൗണ്ട്, അതായത് 20ാമത്തെ റൗണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 സിംഗിൾ ക്രോഷ്യ. അപ്പം നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി തൊട്ടടുത്ത 2 സ്റ്റിച്ചുകൾ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇൻസേർട്ട് പുൾ ത്രൂ, ഒന്നുകൂടെ ഇൻസേർട്ട് പുൾ ത്രൂ. അപ്പോൾ 3 ലൂപ്പായി 3 കൂടെ ഒരുമിച്ച് പുറത്തേക്ക് എടുക്കാം. ഈ റൗണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്ത് തീർക്കാൻ പോകുന്നത്. അതായത് 3 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്. ഇത് ഈ റൗണ്ട് തീരണ വരെ ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. 20ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. 20ാമത്തെ റൗണ്ടൊക്കെ ആകുമ്പോഴേക്കും റാബിറ്റിൻ്റെ ഷേപ്പായി തുടങ്ങിയിട്ടുണ്ടാവും, തലയുടെ ഷേപ്പായി തുടങ്ങിയിട്ടുണ്ടാവും പതുക്കെ. ഇനി നമ്മൾ ബണ്ണിയുടെ ചെവികൾ പിടിപ്പിക്കാൻ പോവാണ്. അത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതിനെ പിടിപ്പിച്ചാൽ മതിയാവും. മേലേക്ക് പിടിപ്പിക്കുക എന്നുള്ളതാണ്. നീഡിലെടുത്തിട്ട് ആദ്യം ഈ 2 തുമ്പിനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ തുമ്പിന്ന് ഈ തുമ്പിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ആ 2 തുമ്പും ഇതുപോലെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയൊരു കുനിപ്പ് പോലെ കാണും. ഇനി ഈ ചെവികൾ നമ്മൾ തലയിലേക്ക് ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു ചെവി ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഫിക്സ് ചെയ്യുന്നത് ആ സെൻറ്റർ റൗണ്ടിൽ നിന്ന് ഒരു റൗണ്ട് വിട്ടിട്ടാണ് ഫിക്സ് ചെയ്യേണ്ടത്. അതായത് അതിനിടയിൽ ഈ സെൻറ്ററിനും ഇതിനും ഇടയിൽ ഒരു റോ ആണ് വരുന്നത്. അപ്പം അത് നമുക്ക് ഇതുപോലെ തന്നെ മറ്റേ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിൽ ഈ ബണ്ണിയുടെ ബോഡി പാർട്ടും അത് ഫിനിഷ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതും കൂടി നോക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്.